ഇന്നലെ UAE നടന്ന അറ്റാക്കിൽ വമ്പൻ ട്വിസ്റ്റ്. അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഇറാൻ അല്ല. നമുക്കത് വിശദമാക്കാം. അതുപോലെ UAE കൂടുതൽ ഇൻഫോർമേഷൻസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇഞ്ചുറീസ്, ഡാമേജസ്, അതുപോലെ എന്തൊക്കെ അറ്റാക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്കത് പരിശോധിക്കാം. അതുപോലെ US-ൽ നിന്നും വരുന്ന മറ്റൊരു റിപ്പോർട്ടാണ് US ഇറാനെതിരെ ഒരു മിലിറ്ററി ആക്ഷന് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് നമുക്ക് അതും കൂടി വിശദമാക്കാം. UAE ഇന്നലെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. UAE ആദ്യം പുറത്തു വിട്ടിട്ടുള്ളത് 4 ക്രൂയിസ് മിസൈൽ അറ്റാക്സും അതുപോലെ ഡ്രോൺ അറ്റാക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് 4 ഡ്രോൺ അറ്റാക്സും അതുപോലെ 3 ക്രൂയിസ് മിസൈൽ അറ്റാക്കും അതുപോലെ 12 ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്സ് ആണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് UAE ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങിയ മുതൽ ഇങ്ങോട്ടേക്ക് വരെ ഇറാന്റെ അറ്റാക്കിങ്സ് എന്ന് പറയുന്നത് 2260 ഡ്രോൺ അറ്റാക്സും അതുപോലെ ക്രൂയിസ് മിസൈൽ അറ്റാക്ക് ആണെങ്കിൽ 29 ആണ്. എന്നാൽ ബാലിസ്റ്റിക് മിസൈൽ 549 ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്സ് നടന്നിട്ടുണ്ട് എന്നാണ് UAE പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഡ്രോൺ അറ്റാക്ക് മൂലം ഫുജൈറയിലെ ഒരു ഓയിൽ റിഫൈനറിക്ക് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. ഇത് കാരണമായി 3 പേർക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്, സീരിയസ് അല്ല. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ UAE പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ 3 ഇഞ്ചുറി ആയിട്ടുള്ള 3 പേരെന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണെന്നുള്ള ഒരു കാര്യം കൂടി UAE പുറത്തുവിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലോട്ടേക്ക് വരാം. UAE പറഞ്ഞിട്ടുള്ളത് ഈ അറ്റാക്ക് ഒക്കെ നടത്തിയിട്ടുള്ളത് ഇറാൻ എന്നാണ്. എന്നാൽ ഇറാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇറാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇറാൻ പറഞ്ഞിട്ടുള്ളത്, ഇറാന്റെ മിലിറ്ററി ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡിനൈഡ് ദാറ്റ് ഇറാൻ ടാർഗറ്റ് UAE ഓർ ഫുജൈറ സ്പോട്ട്. ഫുജൈറ സ്പോട്ടിനെയോ അല്ലെങ്കിൽ UAE-നെയോ ടാർഗറ്റ് ഇറാൻ ചെയ്തിട്ടില്ല എന്നൊരു കാര്യമാണ് ഇറാന്റെ മിലിറ്ററി ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. ഇറാന്റെ മിലിറ്ററി ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത് US മിലിറ്ററി വാസ് റെസ്പോൺസിബിൾ ഫോർ ദി അറ്റാക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഈ അറ്റാക്കിന് പിന്നിൽ US മിലിറ്ററി ആണ്. US മിലിറ്ററി ആൻഡ് അതുപോലെ ഇസ്രായേലി മിലിറ്ററി ആൻഡ് US മിലിറ്ററി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു അറ്റാക്ക് ആണ് UAE-ക്ക് നേരെ നടത്തിയിട്ടുള്ളത് എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് പോകണം. നമുക്കറിയാം നെതന്യാഹുവിന്റെ പേരിൽ ഒരുപാട് കേസസ് ഉണ്ട്. എന്നാൽ ഇതിന്റെ ഒന്നും ട്രയൽ നടക്കാറില്ല. കാരണം ട്രയലൊക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി വെപ്പിക്കും നെതന്യാഹു. ആദ്യമൊക്കെ യുദ്ധത്തിന്റെ പേര് വർത്തായിരുന്നു ഗാസയിലെ അതുപോലെ ഇറാന്റെ ഒക്കെ. സീസ് ഫയറിന് ശേഷം 1-2 തവണ പേഴ്സണൽ മാറ്റർ പറഞ്ഞിട്ട് ഈ ട്രയലൊക്കെ മാറ്റി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അതായത് തിങ്കളാഴ്ച ഒരു ട്രയൽ നടക്കണമായിരുന്നു. പക്ഷേ അതും അവസാന സമയം ക്യാൻസൽ ചെയ്യിച്ചു. അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് സെക്യൂരിറ്റി ത്രെട്ട്, സെക്യൂരിറ്റി റീസൺ പറഞ്ഞാണ് ആ ഒരു ട്രയൽ ഇന്നലെ നടക്കാനിരുന്ന ട്രയൽ ചെയ്തിട്ടുള്ളത് ക്യാൻസൽ ചെയ്യിച്ചുള്ളത്. കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഇൻഫോർമേഷൻസ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല എന്നാണ്. എന്നാൽ ഒരു ഇസ്രായേലി ന്യൂസ് മീഡിയ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം, അതായത് ഇന്നലെ നടക്കാൻ പോകുന്ന ട്രയൽ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊക്കെ നെതന്യാഹുവിന്റെ പ്ലാൻ ആവാം, ഈ ഒരു ട്രയൽ മാറ്റി വെപ്പിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊണ്ടുവരിക, അതായത് ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട്. നമുക്കറിയാം ഇവരൊക്കെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളാണല്ലോ, ഇവരൊന്നും കളവ് പറയില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ തന്നെ അടിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ UAE-നെ അറ്റാക്ക് ചെയ്യുന്നു, എന്നിട്ട് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നു അത് ചെയ്തത് ഇറാനാണെന്ന്. അങ്ങനെയും സംഭവിക്കാമല്ലോ അല്ലെ? സംഭവിക്കാം. അതിനുശേഷം എന്നാൽ ഈ ട്രയൽ എന്ന് പറയുന്ന ഒരു സംഭവം കോടതി ഇന്നലെ മാറ്റി ഇന്നത്തേക്കാണ് മാറ്റിയിട്ടുള്ളത്. അതായത് കുറച്ച് ഡിലേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതായത് ലോയേഴ്സ് ഒക്കെ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഡിലേ കൊണ്ടുപോകാൻ. പക്ഷെ കോടതി പറഞ്ഞു ഇന്ന് നടത്തണം, അതായത് ചൊവ്വാഴ്ച നടത്തണം എന്നാണ് പറഞ്ഞത്. അതിലും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതായത് കോടതി പറഞ്ഞിട്ടുള്ളത് 1:30 മുതൽ 5 മണി വരെ എന്ത് ചെയ്യണം ട്രയലിന്റെ ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ഡിഫൻസ്, അതായത് നമ്മൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലോയർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രോസ് എക്സാമിനേഷൻ ടൈം 4 മണി മുതൽ 6 മണി വരെ ആക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ കോടതി അത് മുഴുവനായിട്ടും എടുത്തില്ല. കോടതി പറഞ്ഞത് ഓക്കെ 4 മണി മുതൽ 7 മണി വരെ, അതായത് വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് എന്ത് ക്രോസിംഗ് ടൈം വെച്ചിട്ടുള്ളത്. ഇനി ഇത് മാറിയോ ഇല്ലയോ എന്ന് അറിയില്ല. കാരണം പുതിയ എന്തെങ്കിലും ത്രെട്ട് കൊണ്ടുവന്നിട്ട് നെതന്യാഹുവിന് ഇത് മാറ്റാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി നമുക്ക് US-ലേക്ക് പോവാം. US-ലെ ദ വാൾ സ്ട്രീറ്റ് ജേർണൽ അവർ വിട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് could authorize a military response against Iran upcoming days.
കമ്മിങ് ഡേയ്സിൽ ഇറാനെതിരെ ഒരു മിലിറ്ററി റെസ്പോൺസ് ഓതറൈസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇവർ ന്യൂക്ലിയർ പ്രോഗ്രാം വിടാനുള്ള ഉദ്ദേശമില്ല. അപ്പൊ അതിന് ഒരു പണിഷ്മെന്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നടത്തിയിട്ടുള്ളത്, അതായത് യു ഐയിൽ നടത്തിയിട്ടുള്ള അറ്റാക്കിനൊക്കെ ആയിട്ട് അതിനൊക്കെ പ്രതികാരമായിട്ട്, അതിനൊക്കെ ഒരു പണിഷ്മെന്റ് ആയിട്ട്, അതായത് ഒരു ശിക്ഷയായിട്ട് ഒരു മിലിറ്ററി ആക്ഷൻ ഇറാനെതിരെ നടക്കും, അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ, വിത്തിൻ ഡേയ്സ് എന്നാണ് പറഞ്ഞത്, അതായത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ആക്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ വാൾ സ്ട്രീറ്റ് ജേർണൽസ് പുറത്തുവിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാക്കിങ്ങിൽ ഇപ്പോഴും സംശയമാണ്, ഇത് ആരാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇറാൻ ഈ ഒരു കാര്യം ഡിനൈ ചെയ്തു, അവർ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇറാൻ ചൂണ്ടിക്കാണിച്ചത് 2 പേരെയാണ്, US-നെയും ഇസ്രായേലിനെയും.